നമസ്കാരം. വിദേശത്ത് നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരാറുണ്ടോ? എന്നാൽ ചെറിയ കാര്യങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കണം. സാധാരണ രീതിയിൽ വിദേശത്ത് നിന്ന് നമുക്ക് പണം വരുന്നത് ഒരു 4-5 രീതിയിലാണ്. ഒന്നെങ്കിൽ നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് കടം മേടിച്ചതാവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ പർപ്പസിന് വേണ്ടി ആരെങ്കിലും നമുക്ക് അയച്ചു തന്നതായിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ട് കിട്ടിയതായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വരുമാനമായിരിക്കാം. ഇങ്ങനെ 4 രീതിയിലാണ് വരാൻ സാധ്യതയുള്ളത്. അത് ഗിഫ്റ്റായിട്ടാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലാത്തവരുടെ കയ്യിൽ നിന്നാണ് എങ്കിൽ, റിലേറ്റീവ്സിൻ്റെ നിന്നാണെങ്കിൽ കുഴപ്പമില്ല, റിലേറ്റീവ്സ് അല്ലാത്തവരുടെ കയ്യിൽ നിന്നാണെങ്കിൽ 50,000 രൂപയ്ക്ക് മുകളിൽ വന്നിരിക്കുന്ന പണം മൊത്തമായിട്ടും അതരംഗത്തിൽ ടാക്സബിൾ ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഗിഫ്റ്റായിട്ടാണെങ്കിൽ സൂക്ഷിക്കണം. മെഡിക്കൽ പർപ്പസിനാണ് വന്നതെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കണം. എപ്പോഴെങ്കിലും ഒരു ചോദ്യം വന്നാൽ ഇതെടുത്ത് കാണിക്കാൻ സാധിക്കണം. കടമായിട്ടാണ് വന്നിരിക്കുന്നത് എങ്കിലോ നിങ്ങൾ കടം തന്നയാളുടെ ഡീറ്റെയിൽസ്, അവരുടെ സെൻറ്ററുടെ ഐഡൻറ്റിറ്റി, ഇനി പറ്റുമെങ്കിൽ അവരുടെ കടത്തിനായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തു വെച്ചിരിക്കണം. ഇനി ഇൻകമായിട്ടാണ് കിട്ടിയതെങ്കിൽ ആ ഇൻകം പ്രോപ്പറായിട്ട് ITRൽ കാണിക്കൂ, അതിൻ്റെ ടാക്സ് അടയ്ക്കൂ. അപ്പോൾ ഏതാണ് വരുമാനം എന്ന് പറഞ്ഞാലും ആ വന്നിരിക്കുന്ന രീതി വളരെ കൃത്യമായിട്ട് എക്സംപ്റ്റഡ് റവന്യൂവിനകത്ത് ITRനകത്ത് കാണിച്ച് ഭാവിയിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോളോ ചെയ്തേരെ കേട്ടോ. താങ്ക് യു.